തടി കുറയ്ക്കാന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഓവർ വെയിറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഒരു എവിടെയെങ്കിലും നടക്കാൻ പറ്റുന്നില്ല, അന്നപ്പോഴേക്ക് ഭയങ്കര കിതപ്പ് വരികയാണ്, തീരെ ഓടാൻ പറ്റുന്നില്ല, ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂല. ഈ സ്ലിം ഫിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് എന്താണ്? ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എന്താണ് ശരിക്കും ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്? സത്യത്തിൽ ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി നമ്മുടെ ശരീരത്തിൽ വീക്കം കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നവരാണ്. അപ്പോൾ ഈ ഉപ്പിലൊക്കെ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു വീക്കം കൂട്ടാനാണ് നമ്മളെ സഹായിക്കുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലും ഇതേപോലെ ഉപ്പ്, അതേപോലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ, പുറത്തുനിന്നൊക്കെയുള്ള പാക്ഡ് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം ഈ ഡയറ്റ് എടുത്തിട്ട് ഞാൻ 12 കിലോന്റെ മുകളിലോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടുണ്ട്. പട്ടിണി എടുക്കുക എന്നുള്ളത് നമ്മളെ കൺസേണേ അല്ല. അത് ആരോഗ്യത്തിന് നല്ലതുമല്ല. നമ്മൾ അങ്ങനെ ചെയ്യാനും പാടില്ല. തടി കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ചില സമയത്ത് കല്യാണം ഉണ്ടാവും, ചില സമയത്ത് ഏതെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓവർ വെയിറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഒരു എവിടെയെങ്കിലും നടക്കാൻ പറ്റുന്നില്ല, അന്നപ്പോഴേക്ക് ഭയങ്കര കിതപ്പ് വരികയാണ്, തീരെ ഓടാൻ പറ്റുന്നില്ല, ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും മടി വരികയാണ്, ജോലി പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഒരു അലസത ഫീൽ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് വെയിറ്റ് ഉള്ള, പ്രത്യേകിച്ച് കുടവയറുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം പ്രശ്നമുള്ള എല്ലാ ആളുകൾക്കും വെയിറ്റ് കുറയ്ക്കാൻ ഒരു മാസം കൊണ്ട് 5 മുതൽ 12, 13 കിലോ വരെ എങ്ങനെ സിമ്പിളായിട്ട് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ സ്വാതി മാം ആണ്. ക്യൂൻബി ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ സിദ്ധ കൺസൾട്ടന്റ് ആണ്. ഹായ് മാം. ഇന്ന് ഒരുപാട് ആളുകൾ വെയിറ്റ് കൂടിയതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് അവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, കിതപ്പ് വരികയാണ്, ജോലി ചെയ്യാൻ പറ്റില്ല, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആൾ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂലേ? പറ്റും. മാസത്തിൽ ഒരു 5 കിലോ അല്ലെങ്കിൽ 6 കിലോ ഒക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ കുറയ്ക്കാവുന്നതാണ്. ഇത് ചില സമയത്ത് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് പിന്നെ ലേഡീസ് ജെൻസ് ഒക്കെ പല വ്യത്യാസങ്ങളുണ്ട്. ചില ലേഡീസ് പറയാറുണ്ട് എൻ്റെ തീരെ വെയിറ്റ് കുറയുന്നില്ല, അല്ല ജെൻസ് പറയാറുണ്ട് എൻ്റെ വെയിറ്റ് പെട്ടെന്ന്, ഞാൻ ഡയറ്റ് എടുത്താൽ എൻ്റെ എന്ത് ചെയ്യും പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പൊതുവേ ആണുങ്ങളെന്ന് പറയുന്നത്, അതായത് ജെൻസ് എന്ന് പറയുമ്പോൾ അവർ ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും. അവർ വീട്ടിൽ അല്ലാതെ തന്നെ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നവരാകും. അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നുണ്ടാവും. പക്ഷേ ലേഡീസ് ഒരു പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഫുഡ് ഇൻടേക്കിനനുസരിച്ച് ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ മസിൽസ് മൂവ് ആവുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന കലോറികളൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടി കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അതും അതൊരു കാരണമാണ്. അതായിരിക്കാം പറഞ്ഞ പോലെ സംഭവിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ സ്ലിം ഫിറ്റ്, ഇപ്പോൾ വെയിറ്റ് കുറയാത്ത ആളുകൾക്ക് നമ്മൾ സ്ലിം ഫിറ്റ് കൊടുക്കാറുണ്ട്. ഈ സ്ലിം ഫിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് എന്താണ്? ഇതാണ് സത്യത്തിൽ നമ്മുടെ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ഒരു മെറ്റബോളിസം നല്ല രീതിക്ക് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ കൂടിക്കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കലോറീസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് ലയിപ്പിച്ചെടുക്കാൻ നമ്മളെ ഈ ഒരു ടാബ്ലറ്റ് സഹായിക്കും. കാരണം ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗാർസീനിയ ഗംബോസിയാണ്. അതിനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ. ഇപ്പം ശരിക്കും എന്തുകൊണ്ടാണ് ഒരാൾക്ക് വെയിറ്റ് വന്നത്? അപ്പോൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വെയിറ്റ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഇപ്പം വെയിറ്റ് കൂടി എന്നുള്ള നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അപ്പം ശരാശരി ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ ആൾക്ക് ഒരു 1200 തൊട്ട് 1500 കിലോ കലോറിയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വർക്ക് ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് കാരണം നമ്മൾ അധികം അധ്വാനിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലും കൂടുതലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും. അപ്പം ഈ ഒരു ഭക്ഷണത്തിൽ നിന്നാണ് സത്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് കലോറീസ് വരുന്നതും. അത് പിന്നീട് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം എന്തൊക്കെ ഭക്ഷണമാണ് ശരിക്കും ഈ നമ്മുടെ തടി കൂട്ടാനുള്ള ഒരു കാരണങ്ങളായിട്ട് വരുന്നത്? ഗ്ലൈസീമിക് ലോഡ് പറയും നമ്മൾ. അതായത് നമ്മളൊരു പ്രത്യേക ഒരു ഭക്ഷണം ഒരളവിൽ കഴിക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഗ്ലൂക്കോസ് കയറുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര കൂടുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു അളവാണ് ഈ ഒരു ഗ്ലൈസീമിക് ലോഡ്. നമ്മൾ പൊതുവേ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് എല്ലാവരും പറയുക, എങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ഗ്ലൈസീമിക് ലോഡാണ്. അപ്പം ഈ ലോഡ് കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഉപ്മ, അതേപോലെ ബിരിയാണി, പൊങ്കൽ, റൊട്ടി, ഇതിലൊക്കെ ഒരുപാട് ഗ്ലൈസീമിക് ലോഡുണ്ട്. അപ്പം ഈ ഒരു ഭക്ഷണങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഇപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ലിം ഫിറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ ഒരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറ്റ് ഈ രൂപത്തിൽ നിങ്ങൾ വെയിറ്റും നിങ്ങൾ ഡയറ്റും പ്രോപ്പർ ആക്കുകയാണെങ്കിൽ നിങ്ങളെ ഷുഗർ കുറയ്ക്കാൻ പറ്റും, നിങ്ങളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും, നിങ്ങളെ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ നല്ലപോലെ കുറയും. പിന്നെ നിങ്ങൾ ഇൻഫ്ലമേഷൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും നല്ല ശരീരത്തിൽ, കൊഴുപ്പായിരിക്കില്ല, നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പം അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇൻഫ്ലമേഷൻ പറഞ്ഞ സമയത്ത് നമ്മളിപ്പോൾ അടുത്ത് ഈ മാധവൻ അതുപോലെ തന്നെ വിദ്യാബാലൻ ഇവരൊക്കെ വെയിറ്റ് കുറച്ചതെന്ന് വെച്ചാൽ അവർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആയിരുന്നു എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്? സത്യത്തിൽ ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി നമ്മുടെ ശരീരത്തിൽ വീക്കം കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നവരാണ്. അപ്പോൾ ഈ ഉപ്പിലൊക്കെ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു വീക്കം കൂട്ടാനാണ് നമ്മളെ സഹായിക്കുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലും ഇതേപോലെ ഉപ്പ്, അതേപോലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ, പുറത്തുനിന്നൊക്കെയുള്ള പാക്ഡ് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്തൊക്കെയാണ് ശരിക്കും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്നതിൽ നമുക്ക് ഓറഞ്ചൊക്കെ നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ഓറഞ്ച്, അതേപോലെ ലെമൺ, ഒരു സിട്രസ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ഒരുവിധം നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അവ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നട്ട്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവയിലൊക്കെ ഒരുപാട് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ പറഞ്ഞ പോലെ വീക്കങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ചിയ സീഡ്സ്, അതേപോലെ ഫ്ലാക്സ് സീഡ്സ്. പിന്നെ പൊതുവേ പറയാം, മീനുകളാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളായിട്ടുള്ള മത്തി, അയല, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഒരുപാട് വെയിറ്റിന് കൂടാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഓക്കെ, അപ്പം രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉലുവ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പം അതായത് നമ്മൾ തലേന്ന് രാത്രി 1 ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ വെള്ളത്തിൽ, 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കഴിക്കാം. ആ ഉലുവയും കഴിക്കാം, അതേപോലെ ആ വെള്ളവും നമുക്ക് കുടിക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിന് ശേഷമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ അളവിൽ ഇപ്പം 2-3 ദോശയോ ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ കൂടെ 2 മുട്ട കഴിക്കാവുന്നതാണ്. ധാരാളം പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്താം. ഇങ്ങനെ നമുക്ക് രാവിലെ ശീലിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ചെറിയ അളവിൽ നമുക്ക് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ മീനോ അതല്ലെങ്കിൽ തൊലി കളഞ്ഞ ചിക്കനോ പയറുവർഗ്ഗങ്ങളോ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പം വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ചായയോ കാപ്പിയോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മധുരം ഉണ്ടാവാൻ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടെ കടലയോ അല്ലെങ്കിൽ നട്ട്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കി. ഇപ്പം സലാഡ്സ് ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ സൂപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ചെറിയ അളവിൽ നമുക്ക് കഴിക്കാം. പ്രോട്ടീൻസ്, പയറുവർഗ്ഗങ്ങളോ അതെന്തായാലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ഡയബറ്റിക്കും കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അതെങ്ങനെയാണ് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു അളവുണ്ട്. 1 കിലോ കാലോറീസ് നമ്മൾ പറയുന്നത് ഒരു 1200-1500 ആണ്. അപ്പം നമ്മളെ ഒരു ഭക്ഷണത്തിനെ ക്രമീകരിക്കുമ്പോൾ, കാരണം നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർലി ഒരു ഡയറ്റ് പ്ലാൻ എന്നുള്ള രീതിക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ ഈ ഒരു ഇൻസുലിൻ്റെ ആ ഒരു കൂടലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ഡയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് നല്ലപോലെ കുറയും. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 5-6 കിലോ പെർ മാസം കുറയും. ചില ആളുകൾക്ക് 12 കിലോ. അത് അവരെ ഇൻഫ്ലമേഷൻ, ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന്, അതുപോലെ പിന്നെ എന്താ പറയാ, അവർക്ക് ഓവർ ഫാറ്റി ആണെങ്കിലൊക്കെ അവർക്ക് പെട്ടെന്ന് കുറയും. ഒരിക്കലും പട്ടിണി എടുക്കുക എന്നുള്ളത് നമ്മളെ കൺസേണേ അല്ല. അതെ, അത് ആരോഗ്യത്തിന് നല്ലതുമല്ല. നമ്മൾ അങ്ങനെ ചെയ്യാനും പാടില്ല. പട്ടിണി കിടന്നൊന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പട്ടിണി കിടന്നിട്ട് തടി കുറയ്ക്കുന്നുള്ള ഞാൻ കണ്ടെടുത്തോളം ഈ ഡയറ്റ് എന്ന് നിർത്തുന്നോ അത് ഡബിൾ ആയിട്ട് എന്ത് ചെയ്യും, പിന്നീട് അത് കയറും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതെ, മറ്റുള്ള വേറെ പല അസുഖങ്ങളും ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ വരാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഈ രൂപത്തിൽ ഫുഡ് കഴിക്കുക, ഓവർ കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ മോർണിംഗ്, പിന്നെ ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് ഡിന്നറൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾ വെയിറ്റ് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ 15 കിലോ ഒക്കെ വരെ സിമ്പിളായിട്ട് കുറക്കുക എന്നുള്ളതാണ്. അത് പല ആൾക്കാരെയും കണ്ട് പ്രൂവ് ചെയ്താണ്. ഇപ്പം ഞാൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം ഈ ഡയറ്റ് എടുത്തിട്ട് ഞാൻ
12 കിലോന്റെ മുകളിലോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും അത് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ സ്ലിം ഫിറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡോക്ടറുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്